نور على نور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനിൻ്റെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഈ ദർസിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മരണവും മരണാനന്തര ജീവിതവും. മരണമെന്ന് പറഞ്ഞാൽ ഭൂമി ലോകത്ത് ഇന്നേ വരെ ആരും നിഷേധിക്കാത്ത പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ദുനിയാവിൽ പലരും പലതിനെയും നിഷേധിച്ചിട്ടുണ്ട്, പക്ഷെ അവരാരും മരണത്തെ നിഷേധിച്ചിട്ടില്ല. കാരണം അതൊരു പച്ചയായ സത്യമാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത, തള്ളിക്കളയാൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണ്. ഒരു കവി പാടുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലാണ് അദ്ദേഹം കവിത പാടുന്നത്. അദ്ദേഹം പറഞ്ഞു, കുല്ലു ബിനു ഉൻസ, ദുനിയാവിൽ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യരും, ദുനിയാവിൽ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യരും, വഇൻ ത്വാലത് സലാമതുഹു, അവരുടെ ദുനിയാവിലുള്ള ജീവിതം അതെത്ര ദീർഘിച്ചാലും ശരി, നല്ല ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഒരുപാട് ആയുസ് നൽകപ്പെട്ട് ദുനിയാവിൽ സുരക്ഷിതമായ അവസ്ഥയിൽ ഒരുപാട് കാലം ജീവിച്ചാലും ശരി, യൗമൻ, ഒരു ദിവസം, അലാ ആലത്തിൽ ഹദ്ബാഇ മഹ്മൂലു, ആ മനുഷ്യരും പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് കട്ടിലിൽ വഹിക്കപ്പെടുന്നതാണ് എന്ന്. ഇതൊരു കവിതയാണ്, ഒരു കവി പാടിയതാണ്. എങ്കിൽ കൂടി വളരെ ആശയമുള്ള, മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ട ചില വരികളാണ്. ദുനിയാവിൽ ആരും ബാക്കിയായിട്ടില്ല, എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. വേറൊരു കവി ഇങ്ങനെയും പാടി, ലൗകാനത്തി ദുന്യാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഖാലിദൻ മുഖല്ലദ, ദുനിയാവിൽ ആരെങ്കിലും ബാക്കിയാകുമായിരുന്നുവെങ്കിൽ അതിനേറ്റവും യോഗ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ദുനിയാവിൽ ബാക്കിയാകാൻ. പക്ഷെ റസൂലും വിട പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളും ഒരു ദിവസം വിട പറയേണ്ടവരാണ്. വേറൊരു കവി പാടുകയുണ്ടായി, അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു, മരണം എന്നുള്ളൊരു വാതിലാണ്, എല്ലാ ജനങ്ങളും ആ വാതിലൂടെ പ്രവേശിക്കേണ്ടവരുമാണ്. ഞാനതിൽ പോകൂല എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ ആരെ കൊണ്ട് സാധിക്കൂല, അല്ലേ? ആധുനിക കാലഘട്ടത്തിൽ വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടായാലും സജ്ജീകരിച്ച റൂമുകളിൽ നിപുണന്മാരായ ഡോക്ടർമാരുടെ സേവനത്തിലാണെങ്കിൽ കൂടി മരണത്തിൻ്റെ സമയമായാൽ നമ്മളതിന് കീഴൊതുങ്ങിയേ മതിയാവും. അതില്ലാതാക്കാൻ ആരെക്കൊണ്ട് സാധിക്കൂല. പരിശുദ്ധ ഖുർആനിലെ ചില ആയാത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ദുനിയാവിൽ എത്ര മനുഷ്യന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ മാത്രമാണോ ദുനിയാവിൽ ജീവിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ധിക്കാരികളും അതേപോലെ തന്നെ നിഷേധികളും മാത്രമാണോ ഭൂമി ലോകത്ത് ജീവിക്കുന്നത്? ഒരുപാട് സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ട്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹാഖയുടെ തുടക്കത്തിൽ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അൽ ഹാഖതു മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ, ഇങ്ങനെ തുടങ്ങി കദ്ദബത് സമൂദുൻ വആദുൻ ബിൽ ഖാരിഅ വഅമ്മാ സമൂദുൻ ഫഅഹ്ലികൂ ബിരീഹിൻ സർസരിൻ ആതിയ. നിങ്ങളുടെ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് കഴിഞ്ഞു പോയ ചില സമുദായങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അവരൊക്കെ ഈ ഭൂമി ലോകത്ത് പലതും ചരിത്രം തിരുത്തിയവരാണ്, പക്ഷെ അവരെല്ലാം അവസാനം മരണത്തിന് കീഴടങ്ങി. കൈകൾ കൊണ്ട് പാറകൾ തുരന്ന് വീടുകൾ നിർമ്മിച്ചൊരു സമുദായം ഭൂമി ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും ഇത്ര ശക്തന്മാരായിട്ടും ഇത്ര യോഗ്യന്മാരായിട്ടും
ദുനിയാവിൽ ആരും ബാക്കിയായിട്ടില്ല. ദുനിയാവിൻ്റെ റബ്ബ് ഞാനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച ഫിറഔൻ ഭൂമി ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും ദുനിയാവിൽ ബാക്കിയായിട്ടില്ല. അതേപോലെ നമ്മളും ഈ ദുനിയാവിൽ ഒരിക്കലും ബാക്കിയാകൂല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അറബി ഭാഷ അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ കുല്ല് എന്ന പദം അതിന് ശേഷം വന്നത് അലിഫ്ലാം ഇല്ലാത്ത നഫ്സ് എന്ന പദമാണ്. ഇത് രണ്ടും കൂടി ചേർന്നാൽ യഉം, അത് ആമ്മാണ്. ഇതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യരും, ഭൂമി ലോകത്ത് പിറന്നു വീഴുന്ന എല്ലാ മനുഷ്യരും ഒരു ദിവസം ദാഇഖത്തുൽ മൗത്ത്, മരണത്തെ രുചിക്കുന്നതാണ്. അത് മരിക്കൽ യാഥാർത്ഥ്യമാണ്. അതിനെ നിഷേധിക്കാൻ ആരെ കൊണ്ടും സാധിക്കൂല. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെ ഓടി ഒളിച്ചാൽ മരണം സമയമാകുമ്പോൾ നിങ്ങളെ തേടിയെത്തും, നിങ്ങളെ പിടിച്ചിരിക്കും. ചിലപ്പോൾ ആകാശത്താകാം, ചിലപ്പോൾ ഭൂമിയിലാകാം, ചിലപ്പോൾ ആകാശത്തിൻ്റെ ഭൂമിയുടെയും ഇടയിലുമാകാം. എവിടെയാണോ നിശ്ചയിക്കപ്പെട്ടത് അവിടെ നിന്ന് മലക്കുൽ മൗത്ത് വന്ന് നമ്മളെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. 4 ഭാഗത്തും കെട്ടുറപ്പുള്ള പാറക്കെട്ടുകൾ കൊണ്ട് നിർമ്മിച്ച കോട്ടക്കുള്ളിൽ നിങ്ങൾ അഭയം പ്രാപിച്ചാൽ സമയമായാൽ മരണം നിങ്ങളെ തേടിയെത്തും. നിങ്ങളത് ഫഇന്നഹു മുലാഖീക്കും, നിങ്ങളത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം നമ്മളും മരിക്കേണ്ടവരാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള പലരും മരിച്ചു പോയവരുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മരണം എന്ന യാഥാർത്ഥ്യത്തെ ഇന്നേ വരെ ഭൂമി ലോകത്ത് ആരും നിഷേധിച്ചിട്ടില്ല. പക്ഷെ നിഷേധിച്ചു മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ. കാരണം എന്താ? അതാരും കണ്ടിട്ടില്ല, അതാരും കേട്ടിട്ടില്ല, അതാരും അനുഭവിച്ചിട്ടില്ല ജീവിക്കുന്നവർ. അതുകൊണ്ട് അതെല്ലാവരും നിഷേധിച്ചു, മരണത്തെ ആരും നിഷേധിച്ചില്ല. ഇതൊരു സത്യമാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത് മരണത്തിന് ശേഷമുള്ള യാഥാർത്ഥ്യങ്ങൾ. എന്താണ് മരണശേഷം സംഭവിക്കുക എന്നുള്ളത്? അതാണ് നമ്മുടെ ഈമാൻ കാര്യത്തിൻ്റെ 5ാമത്തെ കാര്യം, അല്ലേ? അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ. ബിൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞാൽ മരണശേഷമുള്ള ജീവിതം. ഓരോ ആൾക്കാരുടെയും മരണത്തോടുകൂടി അയാളുടെ ഖിയാമത്ത് ആരംഭിച്ചു. അപ്പോൾ മരണത്തിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ചർച്ച ചെയ്യാം. നമുക്കൊക്കെ അറിയുന്നതും പഠിച്ചതുമായിരിക്കും. പക്ഷേ മുഅ്മിനീങ്ങൾ എപ്പോഴും പരസ്പരം തദ്കീർ, ഓർമ്മപ്പെടുത്തേണ്ടവരാണ്. ആ ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നമ്മളെ ഈമാനിനെ പുതുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് വിശ്വസിക്കൽ വാജിബാണ്. വിശ്വസിച്ചിട്ടില്ല എങ്കിൽ കാഫിറാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ആരാണ് മുഅ്മിൻ, അല്ലേ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. എന്താ ഗൈബ് എന്ന് പറഞ്ഞാൽ? മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. ആ മരണത്തിന് ശേഷമുള്ള ജീവിതം തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് കേട്ടിട്ടില്ല, നമ്മൾ അനുഭവിച്ചിട്ടുമില്ല. അതിന് ഗൈബ് എന്ന് പറയാം. ആ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസി, അവനാണ് മുഅ്മിൻ. അതാണ് ഈമാൻ കാര്യത്തിൻ്റെ 5ാമത്തത്, അൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ. മരണത്തിന് ശേഷമുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാലേ നമ്മൾ ആരാകും? മുഅ്മിനുകളാകും. മുമ്പ് കഴിഞ്ഞു പോയ പല സമുദായങ്ങളും അവരുടെ ഒരു വീഴ്ചയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് അവർ മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചവരാണ് എന്ന്. മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചവരാണ്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൽപ്പെട്ട ഓരോ കാര്യങ്ങളായിട്ട് നമുക്കിങ്ങനെ വായിച്ചു പോകാം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. അതിലൊന്നാമത്തത്, മരണത്തോടുകൂടി തുടങ്ങുന്ന ഒന്നാമത്തെ കാര്യം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. ഖബറിൽ വെക്കുന്നതോടുകൂടി പിന്നെ ദുനിയാവ് ആ മയ്യത്ത് തന്നെ ഇല്ലാതായി. അപ്പോൾ ഒരു മരിച്ച മയ്യത്ത് ആദ്യം അഭിമുഖീകരിക്കുന്നത് ഖബറിലുള്ള ജീവിതമാണ്. അതിനാണ് ബർസഖ് എന്ന് പറയാം, ആലമുൽ ബർസഖ് എന്നാണ് അതിന് പറയാം, ഖബറിലുള്ള ജീവിതം. അതിലൊന്നാമതായി ഒരു മനുഷ്യനെ അഭിമുഖീകരിക്കുന്നത് ഫിത്നത്തുൽ ഖബർ. ഒന്നാമതായി ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്നത് ഫിത്നത്തുൽ ഖബർ. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഫിത്നത്തുൽ ഖബർ, 2 അദാബുൽ ഖബർ. രണ്ടും രണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അത്തഹിയാത്തിന് ശേഷമുള്ള ദുആയിൽ ഇത് 2ൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. മിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്
അതേപോലെ ഫിത്നത്തുൽ ഖബറും അദാബുൽ ഖബർ രണ്ടും രണ്ടാണ്. അപ്പോൾ ആദ്യം മനുഷ്യൻ അഭിമുഖീകരിക്കുന്നത് ഫിത്നത്തുൽ ഖബറാണ്. എന്താ ഈ ഫിത്നത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ? ശരിക്കും ശ്രദ്ധിക്കണം. ഫിത്നത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ വദാലിക ബിസുആലിൽ മലകൈനി ലിൽ മയ്യിത്ത്. നമ്മൾ പള്ളിക്കാട്ടിൽ മയ്യത്ത് ഖബറിൽ കൊണ്ടുവച്ചാൽ രണ്ട് മലക്കുകൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും ഖബറിൽ. അതാണ് ഫിത്നത്തുൽ ഖബർ എന്ന് പറയാം. ഈ ഫിത്നത്തുൽ ഖബറിന് അല്ലാഹു നമ്മൾക്ക് രക്ഷ നൽകണമെന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ തൗഫീഖ് നൽകണേ എന്നർത്ഥം. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം, ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അവനെ ദഫൻ ചെയ്ത് കഴിഞ്ഞാൽ അവനെ ദഫൻ ചെയ്ത് അവൻ്റെ കൂട്ടാളികൾ തിരിച്ചു പോകുന്ന സമയം രണ്ട് മലക്കുകൾ വരും ഇവൻ്റെ അടുക്കലേക്ക്. ഫയുജ്ലിസാനിഹി, എന്നിട്ട് ആ മലക്കുകൾ അവനെ അവിടെ പിടിച്ചിരുത്തും. എന്നിട്ട് ആ മലക്കുകൾ അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. 3 കാര്യങ്ങളെ ചോദിക്കുക. മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? വമൻ നബിയുക, ആരാണ് നിന്റെ നബി? വമാ ദീനുക, ഏതാണ് നിന്റെ ദീൻ? ഇത് 3 നമ്മൾ തുടക്കത്തിൽ പഠിച്ച അൽ ഉസൂൽ അസ്സലാസ എന്ന് പറയുന്ന കിതാബിൻ്റെ രത്നച്ചുരുക്കാണ്. ആരാണ് നിന്റെ റബ്ബ്? നമുക്ക് പറയാൻ സാധിക്കണം, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, റബ്ബി അല്ലാഹ്. വമൻ നബിയുക, നിന്റെ നബി ആരാണ്? നമുക്ക് പറയാൻ പറ്റണം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ ദീനുക, നിന്റെ ദീൻ ഏതാ? ദീനി അൽ ഇസ്ലാം. ഇതൊരു പറയാൻ പറ്റുന്ന ഒരാൾക്കാന്ന് വെച്ചാൽ ദുനിയാവിൽ ഇത് 3 അംഗീകരിച്ച് ജീവിച്ചവർക്ക് മാത്രമേ ഇതിന് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ശേഷം വലിയ ദീർഘമായ ഒരു ഹദീസ് വരുന്നുണ്ട്, നമുക്കത് വായിക്കാം. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് അദാബുൽ ഖബർ വ നഈമുഹു. രണ്ടാമത്തെ സ്റ്റേജ്. ഈ ചോദ്യോത്തരം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് വരുന്നത് നഈമുൽ ഖബറും അദാബുൽ ഖബറും. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞവർക്ക് ഖബറിൽ സുഖം സന്തോഷമായിരിക്കും. മറുപടി പറയാത്തവർക്ക് ശിക്ഷയും വേദനാജനകേറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആയിരിക്കും. അതാണ് രണ്ടാമത് ആ ഖബറിൽ അഭിമുഖീകരിക്കേണ്ടി വരിക. ആ ഹദീസ് ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നമ്മൾ ഒരു അൻസാരിയായ വ്യക്തിയുടെ ജനാസ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു റസൂലിൻ്റെ കൂടെ. അങ്ങനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചു, ജനാസ മയ്യത്ത് നിസ്കരിച്ചു. ഖബറിൽ ഇറക്കി വെച്ചതിന് ശേഷം ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജലസ്നാ ഹൗലഹു. ഖബറിൽ ഇറക്കി വെച്ചതിന് ശേഷം റസൂൽ ആ ഖബർസ്ഥാനിൽ ഇരുന്നു, നമ്മളും റസൂലിൻ്റെ ചുറ്റും കൂടിയിരുന്നു. എങ്ങനെ ഇരുന്നെന്നറിയോ? റസൂൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ കാതോർത്ത് ശ്രദ്ധയോടെ നമ്മൾ ഇരുന്നു. ആ ശ്രദ്ധയുടെ ഒരു ആധിക്യം പറയാൻ വേണ്ടി ആ സഹാബി പറയാണ്, കഅന്ന അലാ റൂസിനാ അത്തയ്ർ, നമ്മുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ പോലും നമ്മൾ അറിഞ്ഞിരുന്നില്ല. ആ രൂപത്തിൽ ശ്രദ്ധയോടെ നമ്മൾ കേട്ടിരുന്നു റസൂലുള്ളാഹി തങ്ങളെ. വഫി യദിഹി ഊദുൻ യൻകുതു ബിഹി ഫിൽ അർദ്, റസൂലിൻ്റെ കയ്യിൽ ഒരു കൊള്ളിക്കഷ്ണം ഉണ്ടായിരുന്നു. ആ കൊള്ളിക്കഷ്ണങ്ങളുടെ റസൂൽ നിലത്ത് ഇങ്ങനെ കുത്തി കളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് റസൂൽ തല നമ്മളിലേക്ക് ഉയർത്തി, എന്നിട്ട് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നിങ്ങൾ അദാബുൽ ഖബറിൽ നിന്ന് രക്ഷ തേടിക്കോ, നിങ്ങൾ അദാബുൽ ഖബറിൽ രക്ഷ തേടിക്കോ. മർറതൈനി ഔ സലാസ, 3 പ്രാവശ്യം റസൂൽ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ അദാബുൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നും കാവൽ തേടിക്കോ എന്ന്. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, അവർ ഈ ഫിത്നത്തുൽ ഖബറും അദാബുൽ ഖബറും നിഷേധിക്കുന്നവരാണ്. അദാബുൽ ഖബർ നിഷേധിക്കുന്നവരാണ്. അത് നിഷേധിക്കേണ്ട ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നതാണ്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ദീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നത് മാത്രമല്ല, എന്താണോ അല്ലാഹു അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് അത് അതേപടി അനുസരിക്കുക, അംഗീകരിക്കുക. അതാണ് മുഅ്മിൻ. എന്നാൽ അല്ലാഹു ആദ്യം പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഗൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും? ഇല്ല, നമ്മുടെ ബുദ്ധിയുടെയും ചിന്തയുടെയും അപ്പുറത്തുള്ളതാണ് ഗൈബ്. ഗൈബിൽപ്പെട്ടതാണ് അദാബുൽ ഖബർ, ഫിത്നത്തുൽ ഖബർ. ഇത് പറയപ്പെട്ട ഹദീസുകളൊക്കെ നിഷേധിക്കുകയും തള്ളുകയും ചെയ്യും. അവസാനം ഈ ഹദീസ് നിഷേധികളുടെ അവസ്ഥയാണ് എന്താ അറിയോ?
ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഹദീസിനെ നിഷേധിക്കുകയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വരെ നിഷേധിച്ച് തള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി ഒരു വ്യക്തിക്ക്. അദ്ദേഹം മരിക്കാൻ കിടന്ന സമയം അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി പണ്ഡിതൻ പോയി. സന്ദർശിക്കാൻ പോയതിനറിയോ, ഈ പണ്ഡിതൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരുപാട് എഴുത്തുകുത്തുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പല കാര്യങ്ങളും സ്വപ്നം കാണാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിന് എതിരെ അബൂ ഹുറൈറനെ കളവാക്കുകയും ഹദീസുകൾ നിഷേധിക്കുകയും ചെയ്ത ഈ അബൂ ഹുറൈറനെ കളവാക്കുന്ന എന്തിനറിയോ? നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരെ ചെയ്യാറുണ്ട്, ഹദീസ് നിഷേധികൾ. എന്തിനറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച സഹാബി, 5374 ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സഹാബി കള്ളനാന്ന് പറഞ്ഞാൽ പിന്നെ ഇത്തിരി ഹദീസ് എന്തായി? തള്ളി. അപ്പം ഈ അബൂ ഹുറൈറയെ തള്ളിയ കള്ളനാണെന്ന് പറഞ്ഞ ഈ വ്യക്തി മരിക്കാൻ കിടക്കുമ്പോൾ പണ്ഡിതൻ സന്ദർശിച്ചു. അദ്ദേഹം സ്വപ്നം കണ്ട് ഒരുപാട്. അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത് കാണാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അദ്ദേഹത്തെ വീട്ടിൽ കയറ്റിയില്ല, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വാശി പിടിച്ചപ്പോൾ കയറ്റി, റൂമിലേക്ക് കയറി. അദ്ദേഹം പറയാണ്, അദ്ദേഹം നേരിട്ട് കണ്ടതാണ് ഇത്. അദ്ദേഹം പറയാണ്, ഞാൻ ആ റൂമിലേക്ക് ചെന്നപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. മുഖമൊക്കെ കറുത്ത് കരിവാളിച്ച അവസ്ഥയിൽ, പേടിച്ച് ദാഹിച്ച് വലഞ്ഞ് മരുഭൂമിയിൽ അലയുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ആ കട്ടിലിൽ കിടക്കുന്നത്. അദ്ദേഹം മതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടെന്ന് പറയണ്ടേ, യാ അബൂ ഹുറൈറ, യാ അബൂ ഹുറൈറ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്ന്. അതായത് മദിനിൽ അബൂ ഹുറൈറ നേരിട്ട് കാണുന്നത് പോലെ അദ്ദേഹം അബൂ ഹുറൈറ വിളിച്ചുകൊണ്ട് കരയുകയാണ്. മുഖമൊക്കെ കറുത്ത് കരിവാളിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഈ പണ്ഡിതൻ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇത് അല്ലാഹുവിൻ്റെ അദാബ് ഇറങ്ങുന്നതാണ്. എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുകയും ചെയ്തു. നമുക്ക് ഗുണപാഠമുണ്ട് ഇതിൽ. റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകൾ നിഷേധിക്കുന്നവർ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒന്നെങ്കിൽ മുർത്തദ്ദാകും, അല്ലെങ്കിൽ കാഫിറാകും, അല്ലെങ്കിൽ ചത്തൊടുങ്ങും. അതായിരിക്കും ദുരന്താവസ്ഥ. അല്ലാഹു കാക്കട്ടെ. ചില ആൾക്കാർ അവരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഒന്നുമില്ലാത്ത ബുദ്ധി അവലംബിച്ചുകൊണ്ടോ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകൾ നിഷേധിക്കുന്നവർക്ക് ഇതൊരു പാഠമാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നാളെ പരലോകത്ത് യൗമ തബിയദ്ദു വുജൂഹു വ തസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ കറുത്ത് കരിവാളിച്ചതായിരിക്കും, ചില മുഖങ്ങൾ വെളുത്ത് പ്രകാശിക്കുന്നതായിരിക്കും. വെളുത്ത് പ്രകാശിക്കുന്ന മുഖങ്ങൾ അഹ്ലുസുന്നയുടെ മുഖങ്ങളാണ്. കറുത്ത് കരിവാളിച്ച മുഖങ്ങൾ അത് അഹ്ലുൽ ബിദ്അ, ഹദീസിനെ നിഷേധിച്ച് തള്ളിയവരുടെ മുഖങ്ങളാണെന്ന് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ സൂറത്തിന് തഫ്സീറായി കൊണ്ട് പറഞ്ഞതായിട്ട് കാണാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ ആ അദാബുൽ ഖബറിനെ സംബന്ധിച്ച റസൂൽ പറയുന്നത്, ഇസ്തഈദു മിൻ അദാബിൽ ഖബർ, നിങ്ങൾ അദാബുൽ ഖബറിൽ നിന്ന് രക്ഷ തേടിക്കൊള്ളുക. 3 പ്രാവശ്യം റസൂൽ ആവർത്തിച്ച് പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് റസൂൽ പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുഅ്മിൻ, മുഅ്മിനായ ഒരു അടിമ, ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് വേർപെട്ട്, വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചാൽ, അതായത് മരണത്തോടുകൂടി ആഖിറത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ചാൽ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശത്ത് നിന്ന് ചില മലക്കുകൾ ഇറങ്ങി വരും. ബീദുൽ വുജൂഹ്, വെളുത്ത പ്രകാശിക്കുന്ന മുഖങ്ങളുള്ള മലക്കുകൾ. കഅന്ന വുജൂഹഹും അശ്ശംസ്, അവരുടെ മുഖങ്ങൾ പ്രകാശിക്കുന്ന സൂര്യനെ പോലെയായിരിക്കും. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, അവരുടെ കൈകളിൽ സ്വർഗത്തിന്റെ കഫനുകളിൽ നിന്നും കഫൻ ഉണ്ടാവും. കഫൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പതിപ്പിക്കുന്ന തുണി, മയ്യത്തിന്. വഹനൂതും മിൻ ഹനൂതിൽ ജന്ന, അവരുടെ കൈകളിൽ സ്വർഗത്തിന്റെ സുഗന്ധങ്ങൾ ഉണ്ടാകും. ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ, ആ മരിക്കാൻ കിടക്കുന്ന മുഅ്മിന്റെ മുന്നിൽ നിന്നിട്ട് അവരങ്ങനെ ഇരിക്കും. ആ മനുഷ്യനെ നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തുള്ള ഈ പറയപ്പെട്ട മലക്കുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ടാകും. സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, എന്നിട്ട് മലക്കുൽ മൗത്ത് വരും. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, ആ മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് പോയിരിക്കും. എന്നിട്ട് പറയും ഫയഖൂൽ, എന്നിട്ട് പറയും അയ്യതുഹൻ നഫ്സു ത്വയ്യിബ, പരിശുദ്ധമായ ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വരിദ്വാൻ, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും അള്ളാഹുവിലേക്കും ഇറങ്ങിയിട്ട് വാ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് പോകും. അതാണ് സൂറത്തുൽ നാസിയാത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തിയത്. അങ്ങനെയാണ് വിളിക്കുമ്പോൾ അവര് വളരെ സിമ്പിളായിട്ട് അവരുടെ റൂഹുകൾ ഇറങ്ങിയിട്ട് ആ മലക്കിന്റെ കൂടെ അങ്ങ് പോകും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫതഖ്റുജു, എന്നിട്ട് ആ റൂഹിന്റെ ആ മുഅ്മിനായ മനുഷ്യന്റെ ശരീര റൂഹ് പുറത്തേക്ക് വരും. തസീലു കമാ തസീലുൽ ഖത്രതു മിൻ ഫിസ്സഖ,
ഒരു വെള്ളപാത്രത്തിൽ നിന്നും വെള്ളം താഴേക്ക് ഒഴിക്കുമ്പോൾ ആ വെള്ളം എത്ര സ്പീഡായിട്ടാണ് താഴേക്ക് പോകുന്നത്, അതേപോലെ ആ മനുഷ്യന്റെ ആത്മാവ് റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. ഫയഖുദുഹ, മലക്കുൽ മൗത്ത് അതിനെ പിടിക്കും. ഫൈദ അഖദഹ ലം യദഉഹ ഫി യദിഹി തറഫത ഐൻ, അതിനെ പിടിച്ചാൽ കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം പോലും അത് കയ്യിൽ വെക്കൂല, അപ്പുറത്തേക്ക് അടുത്ത മലക്കിലേക്ക് കൈമാറും. ഹത്ത യഖുദുഹ ഫയജഅലുഹ ഫി ദാലികൽ കഫൻ, എന്നിട്ട് ആ ആത്മാവിനെ റൂഹിനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കഫനിൽ കഫൻ ചെയ്യും. വഫി ദാലികൽ ഹനൂൻ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ സുഗന്ധത്തിൽ അവരിങ്ങനെ പൊതിയും. വയഖ്റുജു മിൻഹാ, അപ്പോൾ ആ ആത്മാവിൽ നിന്ന് പുറത്തേക്ക് വരും. കഅത്യബി നഫഹത്തിൻ മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർദ്, ദുനിയാവിൽ കാണപ്പെടുന്ന ഏറ്റവും നല്ല സുഗന്ധം ആ ആത്മാവിന് റൂഹിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരും. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്ന അവസ്ഥ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതൊക്കെ ഖബർസ്ഥാനിൽ ഇരുന്നിട്ട് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് റസൂൽ പറഞ്ഞു ഫയസ്അദൂന ബിഹ, എന്നിട്ട് ആ മലക്കുകൾ ആ മനുഷ്യന്റെ ആത്മാവിനെയും റൂഹിനെയും കൊണ്ട് ആകാശത്തിലേക്ക് കയറി പോകും. ഫലാ യമുറൂന യഅനി ബിഹാ അലാ മലഇൻ മിനൽ മലായികതി ഇല്ലാ ഖാലു, അവർ ആകാശത്തേക്ക് കയറി പോകുമ്പോൾ ഒരുപാട് കൂട്ടം മലക്കുകളെ പാസ് ചെയ്തിട്ടായിരിക്കും അവർ പോകുക. ആ പോകുന്ന സമയം ആ മലക്കുകൾ വിളിച്ചു പറയും മാ ഹാദർ റൂഹു ത്വയ്യിബ്, ഏതാണ് ഈ പരിശുദ്ധമായ ആത്മാവ്? ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന മനുഷ്യന്റെ ഇന്ന വ്യക്തിയുടെ മകൻ ഇന്ന വ്യക്തിയാണ്. അല്ലാഹു ആ കൂട്ടത്തെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് പറയും ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹ ബിഹാ ഫിദ് ദുനിയ, ദുനിയാവിൽ ആ മനുഷ്യനെ സംബന്ധിച്ച് പറയപ്പെട്ട ഏറ്റവും നല്ല പേരുകൾ ആ മലക്കുകൾ വിളിച്ചു പറയുക, ഇന്ന മനുഷ്യനാണ് ഇന്ന വ്യക്തിയാണെന്ന് ഇങ്ങനെ ആ മലക്കുകൾ വിളിച്ചു പറയും. ഹത്ത യുൻതഹു ബിഹാ ഇല സമാഇ ദുനിയ, അങ്ങനെ ഒന്നാം ആകാശത്തിലേക്ക് എത്തും. ഫയസ്തഫ്തിഹൂന ലഹു ഫയഫ്തഹു ലഹും, ഒന്നാം ആകാശത്തിന്റെ വാതിൽ മുട്ടും, ആ വാതിൽ തുറക്കപ്പെടും. ഫയുശയ്യിഉഹു മിൻ കുല്ലി സമാഇൻ മുഖറബൂഹ ഇല സമാഇ അല്ലതി തലീഹ, എന്നിട്ട് ആ ഒന്നാം ആകാശം അടുത്ത ആകാശം വരെ ആ ആകാശത്തെ മലക്കുകളെല്ലാം അതിനെ അനുഗമിക്കും ആ റൂഹിനെ. ഹത്ത യുൻതഹ ബിഹി ഇല സമാഇ സാബിഅ, അങ്ങനെ ഏഴാം ആകാശത്തേക്ക് എത്തും. ഫയഖൂലു അല്ലാഹു അസ്സ വജൽ, ആ സമയത്ത് അല്ലാഹു പറയും ഉക്തുബു കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ, എൻ്റെ ഈ അടിമയെ നിങ്ങൾ ഇല്ലിയീന് രേഖപ്പെടുത്തുക. എന്താണ് ഇല്ലിയീൻ, എന്താണ് സിജ്ജിൻ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സൂറത്തുൽ തത്ഫീഫിലൊക്കെ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് മുഅ്മിനീങ്ങളുടെ അർവാഹുകളെ പാർപ്പിക്കുന്ന സ്ഥലം ഇല്ലിയീൻ. അവിടെ ആ മനുഷ്യന്റെ ആത്മാവിനെ കൊണ്ടുപോകും. വഅഈദൂഹു ഇലൽ അർളി ഫഇന്നി മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറതൻ ഉഖ്റാ. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്ന അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തത്. വീണ്ടും പറയാം ഖാല, എന്നിട്ട് അള്ളാഹു പറയും ഇല്ലിയിൽ രേഖപ്പെടുത്തിയതിനു ശേഷം അവന്റെ റൂഹിനെ തിരിച്ച് അവന്റെ ശരീരത്തിലേക്ക് പറഞ്ഞയക്കണം. അവന്റെ ശരീരത്തിലേക്ക് പറഞ്ഞയക്കും. ഫതുആദു റൂഹുഹു ഫീ ജസദിഹി, മരിച്ച് കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ റൂഹ് വീണ്ടും വരും. ഫയഅതീഹി മലകാനി, അപ്പോഴാണ് രണ്ട് മലക്കുകൾ അവന്റെ അടുക്കലേക്ക് വരിക. ഫയജ്ലിസാനിഹി, അവനെ പിടിച്ചിരുത്തും. ഫയഖൂലാനി ലഹു, എന്നിട്ട് അവനോട് ചോദിക്കും മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ഫയഖൂൽ റബ്ബി അല്ലാഹ്, അന്നവർ പറയും അല്ലാഹുവാണ് എൻ്റെ റബ്ബ്. ഫയഖൂലാനി ലഹു മാ ദീനുക, വീണ്ടും ചോദിക്കും നിന്റെ ദീൻ ഏതാ? ഫയഖൂലു ദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്. ഫയഖൂലാനി ലഹു മാ ഹാദാ റജുൽ അല്ലദീ ബുഇസ ഫീകും, ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ കാണിച്ചു ചോദിക്കും ഇതാരാണ്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരാണ്? ഫയഖൂൽ, ആ മുഅ്മിനായ മനുഷ്യൻ പറയും ഹുവ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഖൂലാനി ലഹു വമാ ഇൽമുക ഐ വമാ കിതാബ്, ഫയഖൂൽ, എന്താ നിന്റെ അറിവ്, ഈ വ്യക്തിയെ സംബന്ധിച്ച് അറിവ് എന്താണെന്ന് ചോദിക്കും. പറയും ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു ഫയനാദി മുനാദിൻ മിനസ് സമാ അൻ സദഖ അബ്ദി ഫഅഫ്രിശൂഹു മിനൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന. അപ്പോൾ ആകാശത്തിൽ വിളിച്ചു പറയും എൻ്റെ അടിമക്ക് വേണ്ടി സ്വർഗത്തിൽ കബറിൽ സ്വർഗത്തിൽ വിരിപ്പ് വിരിക്കാൻ പറയും. അങ്ങനെ വിരിക്കപ്പെടും, സ്വർഗത്തിന്റെ വസ്ത്രം കൊണ്ട് അണിയിക്കപ്പെടും, എന്നിട്ട് സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടും. ഇതാണ് ഒരു മുഅ്മിനിന്റെ റൂഹിനെ പിടിച്ചാലുണ്ടാകുന്ന അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ ഫയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസരിഹി, ആ സ്വർഗത്തിന്റെ പരിമളം അവന്റെ ഖബറിലേക്ക് ഇങ്ങനെ അടിച്ചു വീശും. കണ്ണെത്താ ദൂരത്തോളം സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങളും ആ സ്വർഗത്തിന്റെ
ആരാമങ്ങളും ഈ മനുഷ്യൻ ആ ഖബറിൽ കിടന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഉള്ള സമയത്ത് ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് അവന് കൂട്ടാളായി, അവന് ഖബറിൽ ഒറ്റക്കാണല്ലോ, അപ്പൊ ഖബറിൽ കൂട്ടായിക്കൊണ്ട് ഒരു നല്ല മുഖപ്രസന്നതയുള്ള ഒരു വ്യക്തി ആ മനുഷ്യനടുക്കലേക്ക് വരും. അപ്പൊ ചോദിക്കും, നീ ആരാ? അപ്പൊ പറയും, അന അമലുക സ്സാലിഹ്, ഞാൻ നീ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ അമലുകളാ. ഫയഖൂൽ, അപ്പൊ ആ അടിമ പറയും, ആ മരിച്ച മയ്യത്ത് പറയും, അഖിമസ്സാഅ ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, അല്ലാഹുവേ പെട്ടെന്ന് ഖിയാമത്ത് നാളാക്കണം, എനിക്ക് എൻ്റെ കുടുംബക്കാരെയും എൻ്റെ ആൾക്കാരൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്, പെട്ടെന്ന് ഖിയാമത്ത് നാളാക്കണം എന്ന് ആ ആത്മാവ് വിളിച്ച് പറയുമെന്നാണ്. ഇതാണ് പ്രിയമുള്ളവരെ മുഅ്മിനായ മനുഷ്യൻ്റെ മരണവും ആ മരണത്തിന് ശേഷം ഖബറിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബർസ്ഥാനിൽ നിന്നുകൊണ്ട് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തത്. ഇതിനുശേഷം ഒരു കാഫിറായ മനുഷ്യന്റെ അവസ്ഥ റസൂൽ പഠിപ്പിച്ചു കൊടുക്കാൻ, വഇന്നൽ അബ്ദൽ കാഫിർ, നേരെ മറിച്ച് നിഷേധിയായ കാഫിറായ മുഅ്മിനല്ലാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ മരണമാസന്നമായാൽ നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ സൂദുൽ വുജൂഹ്, കറുത്തിരുണ്ട മുഖങ്ങളുമായിട്ടുള്ള മലക്കുകൾ ആ മനുഷ്യനടുക്കിലേക്ക് വരും. മഅഹും അൽ മുസൂഹുൻ ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ ثم يجيء മലക്കുൽ മൗത്ത്, അവരിങ്ങനെ ആ മനുഷ്യന്റെ ചുറ്റും കൂടി ഇങ്ങനെ ഇരിക്കും. മലക്കുൽ മൗത്ത് വരും, തലയുടെ ഭാഗത്തിരിക്കും. എന്നിട്ട് പറയും, അയ്യതുഹൻ നഫ്സുൽ ഖബീസ, മോശപ്പെട്ട ആത്മാവേ, ഉഖ്രിജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗദബ്, അല്ലാഹുവിന്റെ കോപത്തിലേക്കും ദേഷ്യത്തിലേക്കും ഇറങ്ങുക എന്ന് പറയും. ആ സമയത്ത് ഫതഫറഖും ഫീ ജസദിഹി, ഈ ആത്മാവ് പുറത്തേക്ക് വരൂല, ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഓടിയിട്ട് ഒളിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാസിയാത്തിൽ പറഞ്ഞത്, വന്നാസിആതി ഗർഖ വന്നാശിഖാതി നഷ്ത വസ്സാബിഹാതി സബ്ഹ, മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഊളിയിട്ട് അവന്റെ ആത്മാവിനെ പിടിച്ച് വലിച്ച് പുറത്തെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു പറഞ്ഞത്. ഈ മോശപ്പെട്ട മനുഷ്യരുടെ റൂഹിനെ പിടിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ആ മലക്ക് ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇറങ്ങുകയും നനഞ്ഞ കോട്ടനിൽ ഒരു മുള്ളുള്ള വടിയിട്ട് വലിക്കുന്നത് പോലെ അവന്റെ ശരീരത്തിൽ നിന്നും അവന്റെ ആത്മാവിനെ പിടിച്ച് വലിച്ച് പുറത്തേക്കിടുന്നതാണ്. فإذا أخذها لم يدعوها في يده طرفة عين حتى يجعلوها في تلك المسور ويخرج منها كأنتن ريح خرج جيفة وجدت على وجه الأرض. അങ്ങനെ അവർ കൊണ്ടുവന്ന ആ പാത്രത്തിൽ ഇവന്റെ ആത്മാവിനെ ഇട്ടിട്ട് അവർ കൊണ്ടുപോകും മലക്കുകൾ. ഭൂമി ലോകത്ത് ഏറ്റവും ദുർഗന്ധമുണ്ടാകുന്ന, ഏറ്റവും ദുഷിച്ച മണമുണ്ടാകുന്ന ഒരു മണം ആ ആത്മാവിന് ഇങ്ങനെ പുറത്തേക്ക് വരും. അവനെയും കൊണ്ട് ആകാശത്തിലേക്ക് കയറിപ്പോകും. ആ കയറിപ്പോകുന്ന സമയമൊക്കെ കണ്ടുമുട്ടുന്ന മലക്കുകൾ ചോദിക്കും, മാ ഹാദ റൂഹുൽ ഖബീഥ്, ഈ മോശപ്പെട്ട റൂഹ് ആരുടേതാണ്? അവർ പറയും, ഇന്ന വ്യക്തിയുടെ മകനാണ്. ആ ദുനിയാവിൽ അവനെ സംബന്ധിച്ച് പറയപ്പെട്ട ഏറ്റവും മോശപ്പെട്ട പേരിൽ അവനെ ആ മലക്കുകൾ വിളിക്കുന്നതാണ്. ഹത്താ യുൻതഹ ഇല സമാഇ ദുനിയ, ഒന്നാം ആകാശത്തെത്തും. ആ വാതിൽ അവനോട് തുറക്കപ്പെടും. അപ്പം വാതിൽ മുട്ടും. ഫലാ യുഫ്തഹ് ലഹു, അവനോട് വാതിൽ തുറക്കപ്പെടുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് സഹാബാക്കൾക്ക് ഓതിക്കൊടുത്തു. അല്ലാഹു റസൂൽ പറയാം, ലാ തുഫത്തഹ് ലഹും അബ്വാബുസ് സമാ, ലാ തുഫത്തഹ് ലഹും അബ്വാബുസ് സമാ, മലക്കൾ അവന്റെ ആത്മാവിനെ കൊണ്ട് ഒന്നാം ആകാശത്തിന്റെ വാതിൽ മുട്ടുമ്പോൾ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവർക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, അവരൊരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതും അല്ല. അത് നിങ്ങൾ റസൂൽ ഉപയോഗിച്ചെന്നറിയോ? അള്ളാഹു പറയാം, സൂചി ഉണ്ടല്ലോ, സൂചിയുടെ നമ്മൾ നൂലിടുന്ന കോർക്കുന്ന ദ്വാരം ഉണ്ടല്ലോ, ആ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് പോലെ, ഒട്ടകത്തിന് ആ നൂലിനുള്ളിൽ ഇടാൻ പറ്റുമോ? മുസ്തഹീൽ, ഒരിക്കലും പറ്റാത്തതാണ്. അതേപോലെയാണ് അവരുടെ സ്വർഗപ്രവേശനം, ഒരിക്കലും സാധ്യമാകാത്തതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു സൂറത്തിൽ പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയും, ഉക്തുബു കിതാബഹു ഫി സിജ്ജീൻ ഫിൽ അർളി സുഫ്ല, അവന്റെ ആത്മാവിനെ സിജ്ജീനിൽ രേഖപ്പെടുന്ന അല്ലാഹു പറയുന്നതാണ്. ഫതുത്രഹു റൂഹുഹു തർഹൻ, മലക്കൾ അവന്റെ റൂഹിനെ പിടിച്ച് വലിച്ചെറിയുന്നതാണ്. ثم قرأ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് സഹാബാക്കൾക്ക് ഓതിക്കൊടുത്തു. വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ, ആരാണ് അല്ലാഹു ശിർക്ക് ചെയ്യുന്നത് അവൻ ആകാശം പിടിവിട്ട് താഴേക്ക് വീണവനെ പോലെയാണ്.
ഫതഖ്തഫു അത്വയ്റു ഔ തഹ്വീ ബിഹി الريح في مكان سحيق. ഒന്നുകിൽ പറവകൾ അവനെ തട്ടിയെടുക്കും, അതല്ലെങ്കിൽ കാറ്റ് അവൻ ഏതെങ്കിലും ദിക്കിലേക്ക് കൊണ്ടുപോയി തള്ളുകയും ചെയ്യും. ഇതായിരിക്കും മോശപ്പെട്ട മനുഷ്യന്റെ ആത്മാവിന്റെ അവസ്ഥ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാം. റസൂൽ പറഞ്ഞു, ആ മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടും ശരീരത്തിലേക്ക് മടക്കപ്പെടും. 2 മലക്കുകൾ വരും, അവനെടുത്തിരിക്കും, എന്ന് ചോദിക്കും. ഫയഖൂൽ ഹാ ഹാ ലാ അദ്രി. അല്ലാഹു കാക്കട്ടെ. നമ്മൾ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം ആ മനുഷ്യൻ പറയുന്നത് ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ല. അപ്പൊ ചോദിക്കും മാ ദീനുക? ഫയഖൂൽ ഹാ ഹാ ലാ അദ്രി. വീണ്ടും ചോദിക്കും. റസൂൽ അതിനെ കാണിച്ചു, ഇതാരാണ്? പറയും എനിക്കറിയില്ല. ഫയനാദി മുനാദി മിനസ് സമാ, ആകാശത്ത് ഒരു വിളിയാണ് വിളിച്ചു പറയും, കദബ, ഈ മനുഷ്യൻ പറയുന്നതെല്ലാം കളവാണ്. അഫ്രിഷൂ ലഹു മിനൻ നാർ, നരകത്തിന്റെ പരവതാനം അവന് വിരിച്ചു കൊടുക്ക്. വഫ്തഹൂ ലഹു ബാബൻ ഇലൻ നാർ, നരകത്തിലേക്കുള്ള വാതിലുകൾ അവന് തുറന്നു കൊടുക്ക്. ഫയതീഹി മിൻ ഹദ്ദിഹാ വസമൂമിഹാ, ആ നരകത്തിന്റെ ചീനളിന്റെ ദുർഗന്ധവും അതിന്റെ കൊടും ചൂടും അവന്റെ ഖബറിലേക്ക് ഇങ്ങനെ വരുന്നതാണ്. ഫയുളയ്യഖു അലൈഹി ഖബ്റുഹു ഹത്താ തഖ്തലിഫ ഫീഹി അദ്ലാഉഹു, എന്നിട്ട് ആ ഖബർ അവനെ പിടിച്ചു നെരുക്കും. 2 വാരിയലുകൾ പരസ്പരം കോർന്നിണങ്ങുന്ന രൂപത്തിൽ ആ ഖബർ അവനെ പിടിച്ച് ഇറുക്കിക്കളയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സമയത്തൊക്കെ മനുഷ്യനടുക്കിലേക്ക് മോശപ്പെട്ട രൂപമുള്ള ഒരു മനുഷ്യൻ വരിക. അപ്പൊ ചോദിക്കും, നീ ആരാ? അപ്പൊ പറയും, അന അമലുക്കൽ ഖബീസ്, നീ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളാണ് ഞാൻ. ഫയഖൂൽ, അപ്പൊ മനുഷ്യൻ പറയും, റബ്ബി ലാ തുഖീമിസ് സഅ, അല്ലാഹുവേ ഖിയാമത്ത് നാൾ ഉണ്ടാക്കല്ലേ, കാരണം ഇത് സാമ്പിൾ മാത്രമാണ്, വരാനിരിക്കുന്നതിനേക്കാൾ ഭയാനകരമാണ്, അതുകൊണ്ട് ഖിയാമത്ത് നാൾ ഉണ്ടാക്കല്ല റബ്ബേ എന്ന് ആ മനുഷ്യൻ വിളിച്ചു പറയുന്നതാണ്. ഇതാണ് പ്രിയമുള്ളവരെ ഖബറിൽ നടക്കുന്ന അദാബുൽ ഖബർ, അതേപോലെ നഈമുൽ ഖബർ. മുഅ്മിനീങ്ങൾക്ക് സുഖവും നിഷേധികൾക്ക് സങ്കടവുമായിരിക്കും ഖബറിൽ ഉണ്ടാകുക. وقد أجمع أهل السنة والجماعة على أن عذاب القبر يكون أحيانا على الروح والبدن جميعا. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതിൽ ആർക്ക് എതിരഭിപ്രായമുള്ളൂ? അഹ്ലുൽ ബിദ്അഹ് മാത്രമാണ്. അദാബുൽ ഖബർ നിഷേധിക്കുന്ന ഹദീസ് നിഷേധികൾക്ക് മാത്രമേ ഇതിനെതിരെ അഭിപ്രായമുള്ളൂ. ഇതാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആദ്യം അഭിമുഖീകരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന് ഫിത്നത്തുൽ ഖബർ, അത് മലക്കുകളുടെ ചോദ്യമാണ്. രണ്ടാമത്തത് നഈമുൽ ഖബരി വഅദാബുഹു, ഒന്നുകിൽ മുഅ്മിനീങ്ങൾക്കുള്ള സുഖാനുഗ്രഹം ഖബറിൽ, അല്ലെങ്കിൽ നിഷേധികൾക്കുള്ള ശിക്ഷ. ഇതായിരിക്കും ഖബറിൽ നടക്കുന്നത്. അടുത്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പിന്നുണ്ടാകുന്ന കാര്യം അന്നഫ്ഖു, പിന്നുണ്ടാകുന്നത് കാഹളത്തിന്റെ ഊത്താണ്. അല്ലേ? ലിഖിയാമിസ് സഅ സുമ്മ ലിൽ ബഅസ്, 2 പ്രാവശ്യം ഊത. ഒന്നാമത്തെ ഊത്തിൽ ഭൂമിലോകത്തുള്ള സകലതും നശിക്കും, രണ്ടാമത്തെ ഊട്ടിൽ ആ നശിച്ചതെല്ലാം ജീവനോടെയായി അല്ലാഹുവിന്റെ അടുക്കലേക്ക് മഹ്ശറിലേക്ക് വരും. അതാണ് അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാഅല്ലാഹ് അഖീദയുടെ കിതാബിലൊക്കെ പഠിക്കുന്നതാണ്. നമ്മളത് ജസ്റ്റ് അത് മാത്രം മനസ്സിലാക്കിയിട്ട് പോവാം. പിന്നെ ഉണ്ടാകുന്നത് ബഅസാണ്. എല്ലാം നശിച്ചതിന് ശേഷം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയഹ്ശുറുൽ ബാരി ജല്ല വഅല അൽ ഇൻസ് വൽ ജിൻ وجميع البهائم من حيوانات وحشرات وغيرها. പിന്നെയാണ് മഹ്ശറിൽ അല്ലാഹു സകലരെയും ഒരുമിച്ച് കൂട്ടുക. എല്ലാവരും ഉണ്ടാവും അവിടെ. മനുഷ്യരുണ്ടാവും, ജിന്നുകളുണ്ടാവും, മറ്റുള്ള ജന്തുജാലങ്ങളുണ്ടാകും, ഭൂമി ലോകത്ത് ജീവനുള്ള സകല വസ്തുക്കളും എന്ന് മഹ്ശറിൽ ഒരുമിച്ച് കൂടും. അതാണ് അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തിയത്. വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാദി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തൂടുന്ന സമയം എല്ലാ മനുഷ്യരും അവരുടെ ഖബറുകൾ എഴുന്നേറ്റ് അവർ അല്ലാഹുവിലേക്ക് യാത്രയാകുന്നതാണ് എന്ന്, അതായത് മഹ്ശറിലേക്ക് പോകുന്നതാണ്. ആ മഹ്ശർ വെച്ചുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് പിന്നീട് സൂചിപ്പിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മാ യകൂനു ഫീ യൗമിൽ ഖിയാമത്തി മിൻ ഹിസാബ്, വിചാരണയാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു മനുഷ്യരെ വിചാരണ ചെയ്യുന്നതാണ്. എങ്ങനെ അല്ലാഹു വിചാരണ ചെയ്യാം? ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അല്ലാഹു പെട്ടെന്ന് വിചാരണ ചെയ്ത് തീർക്കുന്നവനാണ്. അല്ലാഹു നമ്മളെപ്പോലെ സമയം വേണ്ട, പെട്ടെന്ന് അല്ലാഹു വിചാരണ ചെയ്യും. ആ വിചാരണ ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്നാമത്തത് മീസാനാണ്. നമ്മുടെ നന്മ തിന്മകൾ അല്ലാഹു തൂക്കുന്നത്. എന്താ ഈ മീസാൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ മീസാൻ? മീസാൻ എങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് മീസാൻ? മീസാൻ എന്ന് പറഞ്ഞാൽ അതിന് 2 കിഫത്തുണ്ട്, 2 തട്ടുണ്ട്. തുലാസ് 2 തട്ടുണ്ട്. ഒരു തട്ടിൽ മനുഷ്യന്റെ നന്മ, മറ്റേ തട്ടിൽ മനുഷ്യന്റെ തിന്മ.
ഏതാണോ കനം തൂങ്ങുന്നത്, നന്മക്കാണ് കനം തൂങ്ങുന്നതെങ്കിൽ അയാൾ സന്തോഷത്തിന്റെ ജീവിതത്തിലായിരിക്കും. ഏതൊരു മനുഷ്യന്റെ തിന്മയുടെ തട്ടാണോ കനം തൂങ്ങുന്നത്, നന്മയുടെ തട്ടിന് കനം കുറയുന്നത്, അവൻ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ് എന്ന്. അതാണ് തുലാസ്. അതെങ്ങനെയാണോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, നമ്മൾ അതേപോലെ വിശ്വസിക്കുക. പലരും മീസാൻ നിഷേധിച്ചിട്ടുണ്ട്, അതൊക്കെ ഒരു സാങ്കല്പികം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്നോണം പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, മീസാൻ എന്ന് പറഞ്ഞാൽ ഹഖീഖി, അത് യാഥാർത്ഥ്യമാണ്. ലഹു കിഫത എന്നാണ് ഹദീസിൽ ലഫ്ദ് വന്നിട്ടുള്ളത്. അത് രണ്ട് പാത്രങ്ങളുണ്ട്. ആ രണ്ട് പാത്രത്തിലായിരിക്കും മനുഷ്യന്റെ നന്മതിന്മകൾ അള്ളാഹു തൂക്കുന്നത് എന്ന്. അത് യാഥാർത്ഥ്യമാണ്, അതേപോലെ വിശ്വസിക്കുക. രണ്ടാമത്തെ ഗ്രന്ഥം നൽകലാണ് രണ്ടാമത്തെ പണി. പിന്നെ ഹിസാബ് അള്ളാഹു നമ്മുടെ കിതാബുകൾ കയ്യിൽ തരും, അല്ലേ? അല്ലേ? അള്ളാഹു പറയാൻ, വലത് കയ്യിൽ കിതാബ് കിട്ടിയവർ അവർ സന്തോഷത്തിലായിരിക്കും, റാഹത്തിലായിരിക്കും. അവരിങ്ങനെ ആ കിതാബ് എടുത്തിട്ട് പറയും, ഇതാ എൻ്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്ക്, ഞാൻ പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിന് ഓടി നടക്കും. എന്നാൽ ഇടത് കയ്യിൽ കിതാബ് കിട്ടിയവരാണെങ്കിലോ അവർ പറയും, സങ്കടത്തിന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നെട്ടോട്ടം ഓടുന്നതാണ്. ഇതൊക്കെ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി വിശദീകരിച്ചിട്ടുള്ളതാണ്. അല്ലാഹു പറയാൻ, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ വഹുവ ഫീ ഈശത്തിൻ റാദിയ ഫീ ജന്നത്തിൻ ആലിയ. അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞതാണ്, വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവർ അവർ വിളിച്ചു പറയും, ഇഖ്റഊ കിതാബി, എൻ്റെ കിതാബ് വായിച്ചു നോക്ക്. ഏതുപോലെ അറിയോ, നമ്മളത് ദുനിയാവിൻ്റെ ചില കാര്യങ്ങളായിട്ടൊന്ന് തട്ടിച്ചു നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദുനിയാവിൽ നമ്മൾ പരീക്ഷൻ്റെ റിസൾട്ട് വന്ന അന്ന് എല്ലാത്തിനും A+ കിട്ടിയ കുട്ടി റിസൾട്ട് മറച്ചു കൊടുക്കും, ആരും അറിയാൻ ഇല്ല, എല്ലാവർക്കും അയച്ചു കൊടുക്കും. പിന്നെ സ്റ്റാറ്റസ് എന്തിനാ, എൻ്റെ സന്തോഷം പങ്കുവെക്കാൻ. അതാണ് എപ്പോൾ കിതാബി, അതെൻ്റെ കിതാബ് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സന്തോഷത്തോടി നടക്കും. നേരെ മറിച്ച് ഇടത് കൈയിലാണ് കിതാബ് കിട്ടിയതെങ്കിലോ റിസൾട്ട് ഒന്ന് പബ്ലിഷ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറഞ്ഞുകൊണ്ട് നട്ടോട്ടം കൊടുക്കുന്നതായിരിക്കും അയാൾ. നമ്മൾ തരംതിരിച്ച് നോക്കിയാൽ മതി. അല്ലാഹു പറയാൻ, ആ മനുഷ്യൻ പറയും, ഇങ്ങനൊരു വിചാരണയുണ്ട്, ഇങ്ങനെ ഒരു മഹ്ശറുണ്ട് എന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ദുനിയാവിൽ അങ്ങനെയാണ് ജീവിച്ചത്. അങ്ങനെയുള്ളവർക്ക് നാളെ പരലോകത്ത് തൃപ്തകരമായ ജീവിതമായിരിക്കും അല്ലാഹു നൽകുക. ജന്നത്തിൻ ആലിയ, ഉയർന്ന സ്വർഗത്തിൽ, ഖുതൂഫുഹാ ദാനിയ, അവിടുത്തെ പഴവർഗ്ഗങ്ങളും അവർക്ക് അവൻ്റെ അടുത്തുണ്ടാകും. കുലൂ വശ്റബൂ ഹനീഅൻ മിമ്മാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ ആ കായ്കനികളിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക എന്ന് അള്ളാഹു മനുഷ്യനോട് പറയുന്നതാണ്. ഇതാണ് നല്ല മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച്, വലതുകൈയിൽ കിതാബ് കിട്ടുന്നവരെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. ഇതേപോലെ മറ്റു ഭാഗം അവർ ഇടത് കൈയിൽ കിതാബ് കിട്ടുന്നവർ. ഇതാണ് ഹിസാബുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ഉണ്ടാകുന്നത് ഷഫാഅത്താണ്. ഷഫാഅത്ത് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പ്രത്യേകം നൽകിയിട്ടുള്ള ഷഫാഅത്ത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം 6 അല്ലെങ്കിൽ 7 ഷഫാഅത്ത് റസൂലുള്ളാഹിക്ക് ഖാസാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷഫാഅത്ത്, നമ്മൾ സാധാരണ ഷഫാഅത്തിന് ദുആ ചെയ്യുന്നു, അല്ലേ? ബാങ്കിന് ശേഷം ദിക്ർ പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഷഫാഅത്തിന് കിട്ടുമെന്നല്ലേ പറഞ്ഞത്. അപ്പം അതിന് ആ ഷഫാഅത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകപ്പെട്ട ഖാസായ ഷഫാഅത്താണ് ഉമ്മത്തിന് വേണ്ടിയിട്ട്. പലതുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അശ്ശഫാഅത്തുൽ ഉദ്മ എന്ന് പറയുന്നതാണ്. ഷഫാഅത്തുൽ ഉദ്മ എന്ന് പറഞ്ഞാൽ നാളെ മഹ്ശറിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടും. ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ വന്നിട്ടുള്ള സകല മനുഷ്യരും ജിന്നുകൾ ആ കൂട്ടത്തിലുണ്ടാവും. അന്ന് മഹ്ശറിന്റെ അവസ്ഥ അല്ലാഹു വിശദീകരിച്ചതാണ്. ഒരു ചാൺ മുകളിലായിരിക്കും സൂര്യൻ. ഓരോ മനുഷ്യരും അവർ ചെയ്ത തിന്മയുടെ തോതനുസരിച്ച് വിയർപ്പിനെ മുങ്ങിയിട്ടുണ്ടാകും. ആ പ്രയാസത്തിൽ നിൽക്കുന്നവർ ജനങ്ങളെല്ലാം ഓരോ പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് പോകും. എന്നിട്ട് പറയും, റബ്ബിനോടൊന്ന് പറ, പെട്ടെന്ന് തീരുമാനമാക്കിയിട്ട് നമ്മൾ പറഞ്ഞയക്കാം, കാരണം സഹിക്കാൻ പറ്റാതെ എല്ലാവരും തള്ളും.
ആരതിന് തയ്യാറാകൂല. അവസാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വരിക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അനലഹ അനലഹ, ആ ഷഫാഅത്ത് ചെയ്യാൻ അർഹൻ ഞാനാണ്. ഫയസ്ജുദു തഹ്തൽ അർശ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർശിൻ്റെ താഴെ പോയിട്ട് സുജൂദ് ചെയ്യും. വയഹ്മദു റബ്ബഹു, അല്ലാഹുവിനെ സ്തുതിക്കും. ഫയുഖാൽ, റസൂലിനോട് പറയപ്പെടും, ഇർഫഅ റഅസക വസൽ തുഅത വശ്ഫഅ തുശഫഅ, മുഹമ്മദേ തല ഉയർത്ത്, നീ ചോദിച്ച് നിനക്ക് നൽകപ്പെടുന്നതാണ്, നീ ശുപാർശ പറ, നിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാണ്. ഫയുശഫിഉഹു അല്ലാഹു ഫി അഹ്ലി മൗഖിഫിൽ ഖിയാമ അൻ യുഖ്ദിയ ബൈനഹും, ഇതാണ് ഒന്നാമത്തെ ഷഫാഅത്ത്. അതിനാണ് ഷഫാഅത്തുൽ ഉദ്മ എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയുടെ ശുപാർശ സ്വീകരിച്ചുകൊണ്ട് ആ മഹ്ശറിൽ നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ വിധി തീരുമാനം ഉണ്ടാക്കുന്നതാണ്. സ്വർഗത്തിൻ്റെ ആൾക്കാർ സ്വർഗത്തിലേക്കും നരകത്തിൻ്റെ ആൾക്കാർ നരകത്തിലേക്കും പറഞ്ഞയക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ഷഫാഅത്ത്, ഷഫാഅത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹ്ലിൽ ജന്ന അൻ യദ്ഖുലു അൽ ജന്ന. രണ്ടാമത്തെ ഷഫാഅത്ത്, റസൂലുള്ളാഹി സ്വർഗത്തിൻ്റെ അവകാശികളായ മുഅ്മിനീങ്ങളെ മഹ്ശറിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഷഫാഅത്ത് രണ്ടാമത്തത്. ഈ രണ്ട് ഷഫാഅത്ത് റസൂലുള്ളാഹിക്ക് മാത്രം ഖാസായിട്ടുള്ളതാണ്. മൂന്നാമത്തത് ഷഫാഅത്തു സാലിസ, ഷഫാഅത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മൻ ഇസ്തഹഖ അൻ-നാർ അല്ലാ യദ്ഖുലഹ. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നരകത്തിൽ പ്രവേശിക്കാൻ കാരണക്കാരായിട്ടുള്ള മുവഹിദുകൾ, നരകത്തിൽ ചില തെറ്റിൻ്റെ പേരിൽ ചില കുരുത്തക്കേടിൻ്റെ പേരിൽ നരകം വിധിക്കപ്പെട്ട മുവഹിദുകൾ, അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയും. ഈ ഷഫാഅത്ത് റസൂലുള്ളാഹിയും ഉണ്ടാവും, അതേപോലെ ചില മലക്കുകൾ ഉണ്ടാകും, അതേപോലെ ചില അമ്പിയാക്കളും ശുപാർശ പറയും. അതെല്ലാവരും ഉണ്ട്, റസൂലുള്ളാഹിക്ക് മാത്രം ഖാസല്ല, അതിൽ കൂടെ മറ്റുള്ളവരുണ്ടാകും. നാലാമത്തത് ഷഫാഅത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മൻ ദഖല അൻ-നാർ മിനൽ മുവഹിദീൻ അൻ യഖ്റുജ മിൻഹാ. ഈ പറയപ്പെട്ടതുപോലെ ചില മുവഹിദുകൾ അവരുടെ കുരുത്തക്കേട് കാരണം നരകത്തിലേക്ക് ആയിട്ടുണ്ടാകും. അങ്ങനെയുള്ള മുവഹിദുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ലാഹുവിൻ്റെ റസൂലിന്റെ ഷഫാഅത്ത് ഉണ്ടാകും. അതേപോലെ തന്നെ അഞ്ചാമത്തത് ഷഫാഅത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദിൽ കുഫാർ മിൻ അഹ്ലിൻ നാർ അൻ യുഖഫിഫ അദാബഹു വഹാദി ഖാസത്തുൻ ബി അബീ ത്വാലിബ് വഹദഹു. അബൂ താലിബിന് ഖാസായിട്ടുള്ള ഷഫാഅത്താണ്. അത് അല്ലാഹു റസൂലുള്ളാഹിക്ക് കൊടുത്ത ഒരു ഓശാരമാണ്. അബൂ താലിബ് റസൂലുള്ളാഹിയെ ദുനിയാവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അല്ലാഹു അബൂ താലിബിന് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരലോകത്ത് അബൂ താലിബ് കാഫിറാണ്, മുശ്രിക്കായിട്ടാണ് മരണപ്പെട്ടത്, നരകത്തിലാണ്. ആ അബൂ താലിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷഫാഅത്ത് ചെയ്യാൻ അനുവാദം കൊടുക്കും. റസൂലുള്ളാഹി തങ്ങൾ അബൂ താലിബിന് വേണ്ടി ഷഫാഅത്ത് പറയും അള്ളാഹിൻ്റെ അടുക്കൽ. അത് കാരണം അബൂ താലിബിന് നരകത്തിലെ ശിക്ഷ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും. ആ ശിക്ഷയെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞെന്താ അറിയാം, അബൂ താലിബിന് എൻ്റെ ഷഫാഅത്ത് കാരണം അള്ളാഹു ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കും. രണ്ട് നരകത്തിൻ്റെ തീ കൊണ്ടുള്ള ചെരുപ്പ് അബൂ താലിബിന് അണിയിച്ചു കൊടുക്കും. അത് ഇടുന്നതോടുകൂടി അതിൻ്റെ ചൂട് കാരണം അബൂ താലിബിന്റെ തലച്ചോറ് തിളച്ച് മറിഞ്ഞ് പുറത്തേക്ക് ചാടുന്നതാണ് വീണ്. അതാണ് ഏറ്റവും ലഘുവായ ശിക്ഷ, അബൂ താലിബിന് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ. റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേകമായ ശുപാർശ കാരണം. മറ്റുള്ള കാഫിറുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ, മറ്റുള്ള മുശ്രിക്കുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അള്ളാഹു കാക്കട്ടെ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം. പിന്നെ അവിടെ ഉണ്ടാകുന്നത് എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂട്ടിയിട്ട് അൽ ഖിസാസു ബൈനൽ ഖലായിഖ്, നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാളെ പരലോകത്തെത്തിയിട്ട് അള്ളാഹു എല്ലാ സൃഷ്ടികളും ഒരുമിച്ച് കൂട്ടിയിട്ട് പരസ്പരം ഖിസാസ് നടപ്പിലാണ്. ദുനിയാവിൽ നമ്മൾ പലരെയും ആക്രമിച്ചിട്ടുണ്ടാവും, ഉപദ്രവിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ പകരം അള്ളാഹു അവിടുന്ന് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൃഗങ്ങളെ വരെ അള്ളാഹു പുനർജീവിപ്പിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവരും. എന്നിട്ട് ദുനിയാവിൽ നിന്ന് ഒരു മൃഗം മറ്റു മൃഗത്തിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു അതിന് പകരം കൊടുക്കും. എന്നിട്ട് അവരെ മണ്ണാക്കിയിട്ട് ഇല്ലാതാക്കും. അതേപോലെ മനുഷ്യനെയും കൊണ്ടുവരും. നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച് പറഞ്ഞ പല കാര്യങ്ങളും അള്ളാഹു അവിടുന്ന് കൊണ്ട് നമ്മളെ ചോദിക്കും. ഇതാണ് നമ്മുടെ മുഫ്ലിസിന്റെ ഹദീസ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ചോദിച്ചു, എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് ആരാണ്, പാപ്പരാരാണ്? സഹാബാക്കൾ പറഞ്ഞു, ദീനാറോ ദിർഹമോ ഇല്ലാത്ത ആളാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, ഈ പറയപ്പെട്ട ഹദീസാണ്. അവര് നാളെ പരലോകത്തേക്ക് വരും, ഒരുപാട് അമലുകൾ ചെയ്തിട്ട്. അവിടെ എത്തി അള്ളാഹു എല്ലാം വിളിച്ചു കൂട്ടും, ഖിസാസ് നടപ്പാക്കാൻ, പ്രതിക്രിയ ചെയ്യാൻ.
ആ സമയത്ത് നന്മകൾ ചെയ്തു വന്ന ആൾ വിചാരിക്കുന്ന സ്വർഗത്തിലാണ് എന്ന്. പക്ഷെ ആ മനുഷ്യടുക്കലേക്ക് ഇവൻ ദുനിയാവിൽ ആക്രമിച്ച ആൾക്കാരൊക്കെ വരും. ഇവൻ റീബത്ത് പറഞ്ഞ ആൾ, ഇവൻ നമീമത്ത് പറഞ്ഞ ആൾ, ഇവൻ പരദൂഷണം പറഞ്ഞ ആൾ, ഇവൻ ചീത്ത വിളിച്ച ആൾ, ഇവൻ കുറ്റപ്പെടുത്തിയ ആൾ, ഇവൻ ആരോപണം നടത്തിയ ആൾ, ഇവൻ അടിച്ച ആൾ, ഇവൻ ഉപദ്രവിച്ച ആൾ, കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്ത ആൾ, അങ്ങനെ പലരും അവിടെ വരും. ഇവനോട് ആ ദുനിയാവിൽ ചെയ്ത അക്രമങ്ങൾക്ക് പകരം ചോദിക്കും. നമുക്കറിയാം, ആഖിറത്തിൽ പകരം ചോദിക്കുന്നത് കൈകാലുകൾ കൊണ്ടല്ല, ദീനാറോ ദിർഹമുകൾ കൊണ്ടല്ല, മറിച്ച് നന്മ തിന്മകളെ കൊണ്ടാണ്. ആ നമ്മൾ ഈ ദുനിയാവിൽ ആരൊക്കെ ഉപദ്രവിച്ചോ അവർക്കൊക്കെ നമ്മളെ നന്മകൾ ഇങ്ങനെ എടുത്തു കൊടുക്കും. നന്മകൾ ബാക്കി തീർന്നു, കാലിയാവും. വന്ന ആൾക്കാർ ബാക്കി, പരാതിക്കാർ ബാക്കി. അപ്പം വന്ന ആൾക്കാർ തിന്മ നമ്മൾ പേറേണ്ടി വരും. ഓരോ ഉപദ്രവത്തിനനുസരിച്ച് തിന്മ നമ്മൾ പേറി അവസാന മനുഷ്യൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഇതാണ് ഖിസാസ് എന്ന് പറയാം, പ്രതിക്രിയ. നമ്മളെ കാക്കട്ടെ. അതാണ് പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ വ്യക്തിപരമായി ചെയ്ത തിന്മകൾ നമുക്ക് എത്രയും കൂടെ തൗബ ചെല്ലാമിലേക്ക് മടങ്ങാം. പക്ഷെ നമ്മൾ മറ്റൊരാൾ ഉപദ്രവിച്ചാൽ തൗബ കൊണ്ട് മായ്ക്കപ്പെടില്ല. അല്ലെ? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിയാദുസ് സാലിഹീൻ എന്ന് പറയുന്ന കിതാബിൽ ബാബു തൗബ, തൗബയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ക്രോഡീകരിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തൗബയുടെ ഷർത്തുകൾ വിശദീകരിക്കുന്നു. 4 ഷർത്താ പറഞ്ഞത്. അതിലൊന്ന്, ചെയ്ത പ്രവൃത്തിയോട് ഖേദം ഉണ്ടാകുക. നമ്മൾ ചെയ്ത കുരുത്തക്കേട് ഖേദം ഉണ്ടാകുക മനസ്സിൽ. രണ്ടാമത്തത്, ആ ചെയ്ത പ്രവൃത്തി ജീവിതത്തിൽ പാടെ ഒഴിവാക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിന്മയിലേക്ക് ഞാൻ മടങ്ങൂല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. മൂന്നാമത്തത് പാപം ഒഴിവാക്കുക. മൂന്നാമത്തത് അതിലേക്ക് മടങ്ങൂല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. ഇതാണ് 3 ഷർത്തുകൾ. 4ാമതൊരു ഷർത്ത് സൂചിപ്പിച്ചത്, നമ്മൾ ചെയ്ത തിന്മ അത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇതുപോലെ മറ്റൊരാൾ കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുക, സാമ്പത്തികമായി ചതിക്കുക, മറ്റൊരാളെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ ഉപദ്രവിക്കുക, മറ്റൊരാളുടെ മുതൽ അന്യായമായി കട്ടെടുക്കുക, അതല്ലെങ്കിൽ മറ്റൊരാളെ ഗീബത്ത് പറയുക, കുറ്റം പറയുക, അങ്ങനെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ മനുഷ്യനെ കണ്ട് പൊരുത്തം വാങ്ങി ഇടപാടുകൾ പൂർത്തീകരിച്ചാൽ മാത്രമേ അല്ലാഹു തൗബ സ്വീകരിക്കുകയുള്ളൂ. അല്ലേ? നമ്മുടെ ഗീബത്തിന്റെ നിമിത്തം വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. സാമ്പത്തികമായ ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചേക്കുക, എന്നിട്ട് വേണം നമ്മൾ തൗബ ചെയ്യാൻ, എന്നാലേ തൗബ സ്വീകരിക്കുകയുള്ളൂ. ഇതൊക്കെ ആയിരിക്കും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിക്രിയ ചെയ്യുക. ഇതാണ് ഖിസാസ് ബൈനൽ ഖലായിഖ്. പിന്നെ ഉണ്ടാകുന്നത് നസ്ബു സിറാത്ത് അലാ മത്നി ജഹന്നം. സിറാത്ത് ഇതും അഖലാനികൾ അല്ലെങ്കിൽ ഹദീസ് നിഷേധികൾ നിഷേധിച്ച് തള്ളിയ ഹദീസാണ്. കാരണം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജഹന്നം, നരകത്തിന്റെ മേലെ ഒരു പാലം ഉണ്ടാക്കപ്പെടും. ആ പാലുണ്ടാക്കുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാലത്തിന്റെ ആ ഭാഗത്ത് നിൽക്കും, സിറാത്തിന്റെ അടുത്ത്. എന്നിട്ട് പറയും, അല്ലാഹുമ്മ സല്ലി, അല്ലാഹുമ്മ സല്ലി, അല്ലാഹു എൻ്റെ ഉമ്മത്തിനെ കാത്തോളണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യും. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, റസൂലെ, സഹാബാക്കൾ ചോദിച്ചു റസൂലിനോട്, റസൂലെ എന്താണ് ഈ സിറാത്ത് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, മുടിയേക്കാൾ നേർത്തതാണ്, അതേപോലെ തന്നെ 2 ഭാഗത്തും ഖതാതീഫ് അല്ലെങ്കിൽ കലാലി മുള്ളുകൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രദേശം സഅദാൻ എന്ന് പറഞ്ഞ പ്രദേശത്തെ ചൂണ്ടിക്കാണിച്ചു, അവിടെ ഉണ്ടാകുന്ന ഒരുതരം മുള്ള്, അതേപോലത്തെ മുള്ളുകൾ ആ പാലത്തിനുണ്ടാകും. ഫയമുറുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ പാലം മുറിച്ചു കിടക്കും, കതറഫിൽ ഐൻ, കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം കൊണ്ട് മുറിച്ചു കിടക്കും, വളരെ സ്പീഡ്. വകൽ ബർഖ്, അല്ലെങ്കിൽ മിന്നു പോലെ, അല്ലെങ്കിൽ കരീഹ്, കാറ്റ് പോലെ, അല്ലെങ്കിൽ കത്തയ്, ഒരു പറവയെ പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലെങ്കിൽ കുതിരയെ പോലെ, അല്ലെങ്കിൽ ഒരു ഒട്ടകത്തെ പോലെ. ഫനാജിൻ, അയാൾ രക്ഷപ്പെടും. ഇതൊരു മുഅ്മിന്റെ അവസ്ഥയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോശപ്പെട്ട ആൾക്കാർ മാറി അവസാനം മുട്ടിലെഴിയുന്ന അവസ്ഥയിൽ ചില ആൾക്കാർ വരും. പകുതിക്കെത്തുമ്പോൾ ഈ മുള്ളുകളും കുളത്തുകളും വലിച്ച് താഴേക്കിടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ വലിച്ചിടുന്ന കൂട്ടത്തിൽ ഒരു തിന്മ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് കുടുംബബന്ധം വിച്ഛേദിക്കുന്നവരാണ്, ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവർ. ഇസ്ലാമിൽ ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനമാണ്, പ്രത്യേകിച്ച് കുടുംബബന്ധത്തിന്.
ആ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ സിറാത്തിന്റെ പാലം ഈ കുടുംബബന്ധം മുറിച്ചു കിടക്കുന്നവരെ, കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവരെ അത് മുറിച്ചു കിടക്കുമ്പോൾ ആ കുളത്തുകൾ വലിച്ച് നരകത്തിലേക്ക് വലിച്ചിടുന്നതാണ് എന്ന്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ദുനിയാവിൽ ഇന്ന് വളരെ നിസ്സാരമായി കാണുന്ന ഒരു തിന്മയാണ് കുടുംബബന്ധം വിച്ഛേദിക്കാന്നുള്ളത്. പക്ഷെ അല്ലാഹുവിനോടൊക്കെ വളരെ അപകടം പിടിച്ചതാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. പിന്നെ ഒരുപാട് ഹദീസുകളുണ്ട്, നമ്മളതിന് വിശദീകരിച്ച് കിടക്കുന്നുണ്ട്, ചുരുക്കാം ഇൻഷാ അല്ലാഹ്. അതിനുശേഷം മുഅ്മിനുകൾ സ്വർഗത്തിലേക്ക് പോകും, സിറാത്തിന് ശേഷം കാഫിറുകൾ നരകത്തിലേക്ക് പോകും. പിന്നെ നരകത്തിൽ കാഫിറുകൾ കിട്ടുന്ന ശിക്ഷകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇതിനു മുമ്പ് സ്വർഗത്തിൽ അള്ളാഹു മുഅ്മിനുകൾക്ക് വേണ്ടി വെച്ച അവസാനത്തെ അള്ളാഹുവിന്റെ ഒരു ഫദ്ൽ എന്നോണം, ഒരു മഹത്വം എന്നോണം, ജസാ എന്നോണം അള്ളാഹു മുഅ്മിന് കൊടുക്കുന്ന റുഅ്യത്തുല്ലാഹ്, അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നാളെ പരലോകത്ത് സ്വർഗത്തിൽ മുഅ്മിനുകൾ പ്രവേശിച്ചതിന് ശേഷം അള്ളാഹു സ്വർഗത്തിന്റെ ആൾക്കാരെ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോൾ അവർ പറയും, അള്ളാഹുവേ, നമ്മളെ കളിയാക്കുകയാണോ? ഇത്രയും സുഖാനുഗ്രഹങ്ങളും ഇത്രയും സന്തോഷവും നൽകിയിട്ട് എന്താ ഇതിനെ കൂടെ വേണ്ടത്? അവരൊന്നും വേണ്ട, എല്ലാം കിട്ടി. രണ്ടാമത് ചോദിക്കും, മൂന്നാമത് ചോദിക്കും, അപ്പോഴേക്കിതായിരിക്കും മറുപടി. പിന്നെ അള്ളാഹു അവരോട് പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു സാധനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വിധി അങ്ങ് മാറ്റും. അള്ളാഹുവിന്റെ വിധി കാണുന്ന മുഅ്മിനുകൾ സ്വർഗത്തിൽ അള്ളാഹുവിനെ നേരിട്ട് കാണുന്നു. ആലോചിച്ച് അള്ളാഹുവിനെ നേരിട്ട് കാണുന്ന അവസ്ഥ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇത്രയും കാലം ആർക്ക് വേണ്ടിയാണ് സുജൂദ് ചെയ്തത്? അയാളെ നേരിട്ട് കാണാം. നമ്മൾ ഇത്രയും കാലം ആർക്ക് വേണ്ടിയാണ് തിന്മയിൽ നിന്ന് മാറുന്നത്? അള്ളാഹു നമ്മളെ നേരിട്ട് കാണാം. ഇത്രയും കാലം നമ്മൾ ആർക്ക് വേണ്ടിയാണ് നോമ്പെടുത്തതും മറ്റുള്ള പ്രയാസങ്ങൾ സഹിച്ചതും ഇത്രയും കുത്തുവാക്കുകളും കളിയാക്കലുകൾ കേട്ടിട്ടും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ആർക്ക് വേണ്ടിയാണോ തയ്യാറായത്, ആ അള്ളാഹുവിനെ നമ്മൾ നേരിട്ട് കാണുക. ഇത്രയും കാലം നമ്മൾ ദുആ ചെയ്ത് അള്ളാഹുവിനെ നേരിട്ട് കാണുക. ആ സൗഭാഗ്യം, ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇത് കണ്ടപ്പോൾ മുഅ്മിനുകൾ വിളിച്ചു പറയും, അല്ലാഹുവേ മതി, ഇതിനപ്പുറം ഒന്നും നമുക്ക് കാണാനോ കേൾക്കാനോ കിട്ടാനോ ഇല്ല എന്ന് മുഅ്മിനുകൾ വിളിച്ചു പറയുന്നതാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മുഅ്മിനുകൾക്ക് അധികരിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള സൗഭാഗ്യം, സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം. ഇതാണ് ഖബറിന് ശേഷമുള്ള, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ വളരെ ചുരുങ്ങിയ ചില ഭാഗങ്ങൾ. ഇതിൽ ഓരോന്നിലും ഒരുപാട് ഹദീസുകളും അവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതൊക്കെ ഒഴിവാക്കി വളരെ ചുരുക്കിയിട്ടാണ് ഇത് വിശദീകരിച്ചത്. ഖബർ തൊട്ട് അങ്ങോട്ട് നടക്കുന്ന ചില കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാനും മുവഹിദായിക്കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്തിഖാമത്തോടുകൂടി ദുനിയാവിൽ ജീവിക്കാനും ഇസ്തിഖാമത്തോടുകൂടി തന്നെ മരണപ്പെടാനും റഹ്മാനായ റബ്ബ് നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.